ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള കനോളി പ്ലോട്ടിലേതാണ്. കഴിഞ്ഞ പ്രളയത്തിൽ നമുക്ക് ഒരുപാട് തീരനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നഷ്ടങ്ങളിൽ ഒന്ന് ഇവിടെയും സംഭവിച്ചു, കനോളി പ്ലോട്ടിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ആ തകർന്ന പാലത്തെക്കുറിച്ചും ഇതിന് ബദലായി ഇപ്പോൾ ഒരു ജങ്കാർ സർവീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ജങ്കാർ സർവീസിനെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ട്രാവൽടെക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാലിയാറിന് കുറുകെയുള്ള ഈ പാലം കഴിഞ്ഞ പ്രളയത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്നിരുന്നു. അതിനെ തുടർന്ന് ഇവിടേക്കുള്ള യാത്ര ദുഷ്കരമാവുകയും തുടർന്ന് ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ മങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ വനം വകുപ്പ് ഇപ്പോൾ ജങ്കാർ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിവിടേക്ക് വരുന്ന സഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവം ആവുകയും ടൂറിസം സാധ്യതകൾക്ക് ഒരു പുതുജീവൻ പകരുകയും ചെയ്തിരിക്കുകയാണ്. ഒരാൾക്ക് 80 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. അത് ഈ ജങ്കാർ സർവീസും ഉൾപ്പെടെയുള്ള ചാർജാണ് കേട്ടോ. ഈ ജങ്കാറിൻ്റെ ഭാരപരിധി എന്ന് പറയുന്നത് ഒരേ സമയം 50 പേർക്ക് സഞ്ചരിക്കാവുന്നതാണ്. ചാലിയാറിലെ ചെറിയ കാറ്റൊക്കെ ആസ്വദിച്ച് ഈ ജങ്കാറിലൂടെ പതുക്കെ അങ്ങനെ ഒഴുകി വരിക എന്ന് പറയുന്നത് ഒരു പുതിയൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തെ മുൻനിർത്തിയുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ലൈഫ് ജാക്കറ്റുകളടക്കം എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ജങ്കാർ പ്രവർത്തിക്കുന്നത്. ഈ ജങ്കാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നത് ഒരു മോട്ടറിൻ്റെ സഹായത്തിലല്ല എന്നതാണ്. ഈ ജങ്കാറിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് 2 തൊഴിലാളികൾ കയർ കെട്ടി അത് വലിച്ചുകൊണ്ടുള്ള ആ ഒരു ഊർജ്ജത്തിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഏകദേശം അരമണിക്കൂർ കൂടുമ്പോഴാണ് ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കും അതുപോലെ തന്നെ അക്കരയിൽ നിന്ന് ഇക്കരയിലേക്കുള്ള സർവീസുകൾ വരുന്നത്. മുമ്പുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ തൂക്കുപാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഒരുപാട് സന്ദർശകർക്ക് കൗതുകമായ പാലം ഈ കഴിഞ്ഞ പ്രളയത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ തകരുകയായിരുന്നു. മഴവെള്ളപ്പാച്ചിലിൽ പാലത്തിൻ്റെ ഒരു കാൽ അടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയതിനെ തുടർന്ന് അടർന്നു വീഴുകയായിരുന്നു. 142.43 മീറ്ററായിരുന്നു ആ പാലത്തിൻ്റെ നീളം, 1.2 മീറ്റർ വീതിയും. ചാലിയാറിന് കുറുകെ ഈ പാലം നിർമ്മിക്കാനായി 3.76 കോടി രൂപയാണ് ചിലവഴിച്ചത്. ഇപ്പോഴും ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കരയിലും വെള്ളത്തിലുമായി ഇവിടെ തന്നെ അവശേഷിച്ചു കിടക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ ശ്യാം, സൈനിങ് ഓഫ് ഫ്രം ട്രാവലോടെക്.